ഹലോ ഗൈസ്, അങ്ങനെ കുറേ നാളിന് ശേഷം ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വരവ്. കാര്യം ഇതിന്റെ എൻട്രി കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവല്ലോ. അതെ, വീട്ടിനടുത്ത് തന്നെ ഒരു കുഞ്ഞു പെറ്റുകളുടെയൊക്കെ ലോകം തുടങ്ങിയെന്ന് പറയുമ്പോൾ ചെന്ന് കാണാതിരിക്കുന്നത് മോശല്ലേ. അപ്പോൾ വേറെ എവിടേക്കും അല്ല, ഏബിൾ വില്ലേജിലേക്കാണ് ഇന്നത്തെ പോക്ക്. ഇനോഗ്രേഷന്റെ തലേ ദിവസമാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ ഇനോഗ്രേഷന്റെ പരിപാടിന്റെ ഭാഗമായിട്ട് സ്റ്റേജ് ഒരുക്കലും ലൈറ്റിംഗ് വർക്കൊക്കെ നടക്കുകയാണ്. ശ്വേതാ മേനോനായിരുന്നു വിശിഷ്ടാതിഥി. അങ്ങനെ നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ആക്കാതെ നേരെ ഉള്ളിലോട്ടേക്ക് കടന്നു. എവിടേക്ക് എങ്ങനെയൊക്കെയാണെന്നൊന്നും ഒരു പിടിയില്ലാത്തതുകൊണ്ട് നേരെ പോയി ചെന്നത് ബേർഡ്സിന്റെ ഒക്കെ സെക്ഷനിലാണ്. 4-5 റോ ആയിട്ടാണ് ബേർഡ്സിന്റെ ഒക്കെ കൂടൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കൂടൊക്കെ ഒരു നാച്ചുറൽ സെറ്റപ്പ് ആക്കിയിട്ടാണ് ഉള്ളത്. പേര് ഊരുമൊന്നും അറിയാത്ത ഇഷ്ടം പോലെ വെറൈറ്റി പക്ഷികൾ ഇവിടെയുണ്ട്. ചിലതൊക്കെ നമ്മളെ കാണുമ്പോൾ അടുത്തേക്ക് വരും, ചിലത് നേരെ കൂട്ടിലേക്ക് പോകും. ഇതിനെയൊക്കെ ഇങ്ങനെ കൂട്ടിലടിച്ച വിഷമത്തിൽ കുറച്ചു നേരം അതും നോക്കി അങ്ങനെ ആലോചിച്ച് ഞാനവിടെ നിന്നു. ഒരുത്തൻ അവിടുന്ന് മൈക്കിൾ ജാക്സനെ പോലെയല്ല എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫുള്ള് കണ്ടു തീർക്കാൻ വേണ്ടി നല്ല ടൈം എടുക്കും. അങ്ങനെ ഓരോ പക്ഷികളെയും അതിൻ്റെ കളിയും നോക്കി നമ്മൾ മെല്ലെ നേരെ മുന്നോട്ട് നടന്നു. ചിലതൊക്കെ തലകുത്തിയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇത് കഴിഞ്ഞു. നേരെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോയി. ഒരു ഗുഹ പോലത്തെ എന്തോ സെറ്റപ്പാണ്. അവിടെ ഒരു ചിമ്പാൻസി താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നുണ്ട്. പോണ്ട് പോലത്തെ ഒരു സെറ്റ് ചെയ്തിട്ട് നല്ലൊരു പ്രതിമയൊക്കെ വെച്ച് കളറാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ അടുത്ത സെക്ഷനിലേക്ക്. പിന്നെ ഇതിന്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം എന്തോ മൗസിന്റെ ഒക്കെ വെറൈറ്റി പോലെ തോന്നി. പിന്നെ കുറെ പാമ്പിന്റെ വെറൈറ്റിയും. ഇവിടെ പിന്നെ 2 മാർജാരന്മാര് തലങ്ങും വിലങ്ങും നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സെറ്റപ്പ് കുറെ വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാ. അരാപ്പയ്മയും അലിഗേറ്റർ ഗാറും റെഡ് ടൈൽ കാറ്റ്ഫിഷും ഒക്കെ തലക്ക് മുകളിലോട് നീന്തി പോകുന്നുണ്ട്. ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതാണ്. ഇത് നേരിട്ട് കാണുന്ന ഭംഗിയൊന്നും നിനക്ക് ഈ വീഡിയോയിൽ കിട്ടുന്നില്ല. ഓരോ മീനിന്റെയും വലിപ്പം കണ്ട് എൻ്റെ കണ്ണ് തള്ളി. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് കാണുന്നത്. എന്നെപ്പോലെ ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടാവും. ഇവിടെ നിന്നിട്ട് പോവാനേ തോന്നുന്നില്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഓരോന്നായി കണ്ടു തീർത്തു. പ്രാവുകളുടെ പല വെറൈറ്റികളും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരുത്തൻ നമ്മളെ തന്നെ നോക്കിയിരിപ്പുണ്ട്. പിന്നെ കുറെ പെസന്റും. അങ്ങനെ നമ്മൾ നേരെ പുറത്തിറങ്ങി. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവന്റെ കളി അത്ര ശരിയില്ല. കണ്ട മുതൽ കൊത്താനുള്ള തിരക്കിലാണ് മൂപ്പർ. ഉള്ളിലുള്ളതൊക്കെ കണ്ടു കഴിയുമ്പോഴേക്ക് ലേറ്റ് ആയിരുന്നു. പിന്നെ പുറത്തിറങ്ങി പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് മെല്ലെ നടന്നു. അനക്ക് തോന്നുന്നു ഇവിടെയുള്ള ജീവികൾക്കുള്ള ഭക്ഷണമെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. കുറെ ഫാം പോലത്തെ കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വരാൻ നോക്കിയ സമയം കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് തന്നെ ഇത് മൊത്തം കണ്ടു തീർക്കാൻ നമുക്ക് പറ്റുന്നുണ്ടായിട്ടില്ല. ഇതിന്റെ അപ്പുറം ഒരു വെള്ളച്ചാട്ടവും സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഉദ്ഘാടനത്തിന് തലേന്നായോണ്ട് എല്ലാവരും അവരെ പണിയെടുക്കുന്ന തിരക്കിലായിരുന്നു. ഹോട്ടലും കാര്യമെല്ലാം ഇന്ന് അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് കാണുന്നില്ല.
പിന്നെ അപ്പുറം കുട്ടികൾക്ക് കളിക്കേണ്ട പാർക്കും അങ്ങനെ എന്തെല്ലോ കാണാനുണ്ടേനു. എന്തായാലും സ്കൂളിൽ നിന്ന് ടൂർ വരാനും ഇനിയിപ്പം വീട്ടിൽ നിന്ന് ചെറിയ കുട്ടികളെ കൂട്ടി വരാനോ അല്ലെ കപ്പിൾസായിട്ട് വന്നിരിക്കാനും പറ്റിയ കുറേ സ്പോട്ട് ഇവിടെയുണ്ട്. നമുക്ക് ഓരോന്ന് കാണാനും മനസ്സിലാക്കാനെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനെല്ലാം പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. ഇതിപ്പോൾ ഉദ്ഘാടനത്തിന് തലേന്നായതുകൊണ്ട് ഇതിൻ്റെ പൈസയും നിരക്ക് കാര്യങ്ങളൊന്നും നമുക്കൊന്നും അറിയില്ല. എന്നാലും എനിക്ക് തോന്നുന്നു ഒരു ചെറിയ കുട്ടിയോ അല്ലെങ്കിൽ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് വന്നാൽ കാണാനും പറയാനും കുറേ കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാലും നിങ്ങൾക്ക് വെറുത്താവുന്ന രീതിയിലാണ് ഇതുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾ വന്നിട്ട് തന്നെ നോക്കി ഇത് എങ്ങനെയാണ് ഉള്ളതെന്നെല്ലാം. എന്തായാലും ഒരു തവണ വന്ന് കാണാനും മാത്രമുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറ. ഒരുപാട് ലേറ്റായി പോയോണ്ട് പിന്നെ നമ്മൾ അധിക നേരം ഒന്നും നിന്നില്ല, നേരെ നമ്മൾ വീട്ടിലോട്ട് പോയി. അപ്പം അത്രയേ ഉള്ളൂ.